പ്രിയപ്പെട്ട മത്സരാർത്ഥികളും വിധികർത്താക്കളും ഒന്നിക്കുന്ന ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ സെമി ഫൈനൽ സ്റ്റേജിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഇനി നമ്മുടെ ഷോ ബിഗിൻ ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ സെമി ഫൈനൽ സ്റ്റേജിന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ബിഗിൻ ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് മലയാളത്തിന് സ്നേഹപൂർവ്വം റൗണ്ടിലാണ്. ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അലീന സ്റ്റാൻലി. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ അലീന. അലീന കുട്ടി ചേച്ചി, ധാവണിക്കുട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇന്ന് ഏത് സോങ്ങാ മോള് സെലക്ട് ചെയ്തിരിക്കുന്നത്? ദേവരാഗം എന്ന മൂവിലെ ശിശിരകാലം എന്ന് പറഞ്ഞ പാട്ട്. ഓക്കെ, അപ്പം നന്നായിട്ട് പാടാ, നല്ല മാർക്ക് വാങ്ങിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മരാമൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമാ മൂടൽ മഞ്ഞള നീർത്തിശയ്യകൾ ദേവതാരുവിൽ വിരിഞ്ഞ മോഹനങ്ങൾ ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മരാമൃദുവികാരമോ അതോ ദേവരാഗമോ? അങ്കുലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം ആദിവാ സ്വപ്നവും ആനന്ദ ബാഷ്പവും കതിരിടും ഹൃദയങ്ങളിൽ മദനഗാന പല്ലവി ഹൃദയ ജീവരഞ്ജിനി ഇതളിടുമീ നിമിഷങ്ങൾ ശിശിരകാലമേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മരാമൃദുവികാരമോ അതോ ദേവരാഗമോ?
ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങുമാത്മദാഹമൃദുവികാരമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ. അലീന ചേച്ചി സെമി ഫൈനൽ സ്റ്റേജിലെ മോളുടെ മലയാളത്തിന് സ്നേഹപൂർവ്വം എന്ന റൗണ്ടിലായിരുന്നു പെർഫോമൻസ്. മോള് ആസ് ഓൾവേസ് നന്നായിട്ട് പാടി. ആൻഡ് റാൽഫിൻ ചേട്ടാ ആൻഡ് രാജേട്ടാ കലക്കി രണ്ടുപേരും. ഇനി നമുക്ക് കമൻസ് അറിയാം. ബിജേട്ടാ. അലീന വളരെ നന്നായിട്ട് പാടി മോളെ, അസലായിട്ട് പാടി. ഇത് മലയാളത്തിന് സ്നേഹപൂർവ്വം എന്ന് പറയുന്ന റൗണ്ടിൽ അന്യഭാഷയിലുള്ള സംഗീത സംവിധായകർ മലയാളത്തിന് സമർപ്പിച്ച പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. കീരവാണി എന്ന് പറയുന്ന മ്യൂസീഷ്യനാണ് ഇത് ചെയ്തത് അല്ലേ? ശ്രീ എം ഡി രാജേന്ദ്രൻ ആണ് പാട്ട് എഴുതിയത്. ഭരതൻ അദ്ദേഹം സംവിധാനം ചെയ്ത ദേവരാഗം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. എല്ലാ പാട്ടുകളും ഇതിലെ ഹിറ്റാണ് അല്ലേ? യാദവ ഒക്കെ. മോള് അസലായിട്ട് പാടി എന്ന് മാത്രമല്ല രാജേഷും റാൽഫിനും അസാധ്യമായിട്ട് തന്നെ അക്കമ്പനി ചെയ്തു. ഞാൻ ഒന്ന് പറയാം, അതായത് മോളെപ്പോഴും മോളുടെ ഒരു വോയിസ് ത്രോവിനെ കുറിച്ച് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ, അപ്രീഷിയേറ്റ് ചെയ്ത് പറയാറുണ്ട്. കുറച്ച് ഒതുക്കണം ചില പോർഷനിൽ കേട്ടോ. മുകളിലേക്കൊക്കെ പാടുമ്പോൾ മോൾ അങ്ങ് തുറന്നങ്ങ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു വേവ് അതിൻ്റെ ഒരു ഇൻ്റർഫേസിൽ നമ്മൾ കാണുമ്പോഴത്തേക്കും അതൊരു വലിയൊരു വേവായിട്ട് മാറും. അത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റഡിനെസ് ഇതിനകത്ത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സിംഗിങ്ങിൽ നമ്മൾക്ക് വീക്കർ ആയിട്ടുള്ള പോർഷനിൽ വളരെ പതുക്കെ പാടുകയും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പോർഷനിൽ തുറന്നും അത് പാടുകയും ഞാൻ അത്ര വീക്കല്ലെന്ന് കാണിക്കാൻ വേണ്ടി പാടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കൺട്രോൾ വേണം അവിടെ ഇവിടെയും എല്ലാത്തിലും. ഇവിടെ ഒരു ബോൾഡ്നെസ് വരികയും മുകളിൽ പാടുമ്പോൾ അതിൻ്റെ കുറച്ചൊരു ഒതുക്കം വരികയും ചെയ്യണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. കഴിഞ്ഞ റൗണ്ടിലെ പാട്ടിലും എനിക്ക് പറയണമെന്ന് തോന്നി, അത് മറന്നുപോയി കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണേ. ബാക്കിയെല്ലാം കൊണ്ടും അസലായിരുന്നു. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളേ ഉള്ളൂ കേട്ടോ. ഗുഡ് ലക്ക്. അലീന ചേച്ചി നന്നായി പാടി മോളെ, നന്നായി പാടി. ഈ പറഞ്ഞ ബീച്ചേടൻ പറഞ്ഞ സെയിം കാര്യം എനിക്ക് പറയാനുള്ളൂ. പല്ലവിയിൽ ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു ഒത്തിരി തുറന്നങ്ങ് വിടരുത്. അത്യാവശ്യം നമ്മൾ ചില സ്ഥലങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തന്ന സ്ഥലം അത്രയും തുറന്ന് പാടിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായത് കേട്ടപ്പോൾ. എവിടെയാണെന്ന് വെച്ചാൽ പല്ലവി എനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടെയായിരുന്നു ഞാൻ പറഞ്ഞു തന്നത്? അവിടെ പല്ലവി കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വീണ്ടും അനുപല്ലവി വന്നപ്പോഴാണ് ബീച്ചേടൻ പറഞ്ഞ ഈ സെയിം പ്രശ്നം വന്നത്. ആദ്യരോമഹർഷവും അങ്കുലീയ പുഷ്പവും. അത് മോള് ആദ്യരോമ അങ്ങനെയാണ് മോള് തുടങ്ങുന്നത് തന്നെ. അതാണ് കുറച്ചൊന്ന് മയപ്പെടുത്തണം എന്ന് പറഞ്ഞത്. പക്ഷെ അതിനകത്ത് ഇഷ്ടപ്പെട്ട പോർഷൻസും ഉണ്ട്. അത് നല്ല രസമായിട്ട് പാടി. ആദിവാ സ്വപ്നവും സ്വായാണ് സോന്ന് മോള് പാടി. ആനന്ദ ബാഷ്പവും തരരാ തരരാരേ. മോള് പാടുന്നത് കേൾപ്പിച്ച് എങ്ങനെയാന്ന്? ലയനരാഗവാഹിനി തരള താളഗായനരാഗവാഹിനി തരള ലാല ലാല തരരിരി തരരിരി ധന്യം ധന്യം. അവിടെ കുറച്ച് ഇങ്ങനെ വന്നൊരു മോഡുലേഷൻ. അത് സുഖമായിട്ട് പാടാൻ പറ്റും മോക്ക്. കാരണം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉള്ള ഒരു കുട്ടിയാണ്. നല്ല ശബ്ദമുണ്ട്, നല്ല ത്രോയുണ്ട്. അങ്ങനെ പാടേണ്ട പാട്ടിന് അങ്ങനെ തുറന്ന് പാടിക്കോ. ഈ പാട്ടിന് പ്രത്യേകിച്ച് നല്ല റൊമാൻറ്റിക് സോങ് അല്ലേ? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വരുന്നുള്ളൊരു പ്രായമേ ഉള്ളൂ. എങ്കിലും ഇത്രയും മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇങ്ങനെ പാടുമെങ്കിൽ, അപ്പോൾ മനസ്സിലായി വരുന്ന പ്രായത്തിൽ എങ്ങനെ പാടുമെന്നോടത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു, പേടി തോന്നുന്നു. അതുകൊണ്ട് ഞാൻ മൈക്ക് താഴെ വെക്കുന്നു. അലീന, കീരവാണി, മരകതമണി എന്ന പേരിലെല്ലാം അറിയപ്പെട്ടിരുന്ന ഒരു ബ്രില്യൻറ്റ് മ്യൂസിക് ഡയറക്ടർ. ഒരുപാട് ക്വാളിറ്റി സോങ്സ് സൗത്ത് ഇന്ത്യൻ ഫിലിം മ്യൂസിക്കിൽ ആസ് വെൽ ആസ്
ഹിന്ദി സിനിമയിലും അദ്ദേഹം കുറച്ച് നല്ല പാട്ടുകൾ നൽകിയിട്ടുണ്ട്. തൂമിലെ ദിൽ ഖിലെ പോലെയുള്ള പാട്ടുകൾ ഹിന്ദിയിലും സമ്മാനിച്ചിട്ടുണ്ട്. ആ നല്ല മ്യൂസിക് ഡയറക്ടറുടെ നല്ലൊരു കമ്പോസിഷൻ ഭരതൻ ചിത്രമായ ദേവരാഗം എന്ന സിനിമയ്ക്ക് വേണ്ടി ജയചന്ദ്രനും ചിത്രചേച്ചിയും ജയേട്ടൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. ആൻഡ് താങ്ക് യു റാൽഫിൻ ആൻഡ് രാജേഷ് ഭയ്യ വൺസ് അഗൈൻ. അസാധ്യമായിട്ട് ഈ പാട്ടിനെ അവർ ബാക്ക് ചെയ്തു. ഈ പാട്ടിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഒറിജിനൽ ട്രാക്കിലും പിയാനോ ആസ് വെൽ ആസ് പുല്ലാങ്കുഴൽ തന്നെയാണ്. അതിൻ്റെ വേറൊരു ഡിഫറെൻറ്റ് വേർഷനാണ് ഇവരിവിടെ പ്രസൻറ്റ് ചെയ്തത്. താങ്ക് യു ഭയ്യ. അലീന അസലായിട്ട് പാടി മോളെ. അതായത് മോളുടെ പതിവ് സിംഗിങ്ങിൽ നിന്ന് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തൊരു റെൻഡറിങ് ആയിരുന്നു എന്ന് കേട്ടത്. കുറേ ഓപ്പൺ സിംഗിങ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി തന്നെയും ഒരുപാട് സ്ഥലത്ത് മോൾ നല്ല എക്സ്പ്രസീവായിട്ട് പാടി. ഹൃദയങ്ങളിൽ എന്ന പോർഷൻ വളരെ പ്രത്യേകിച്ച് പകരുന്ന മധുരത്തിലെ പകരുന്ന എന്ന നോട്ട് എത്തിയില്ല. അതുപോലെ തന്നെ ഇതളിടുമീ നിമിഷങ്ങൾ അവിടുത്തെ നോട്ട് മാത്രമേ സ്ട്രൈക്ക് ആവാത്ത പോലെ തോന്നിയുള്ളൂ. ബാക്കി എല്ലാം കൊണ്ട് തന്നെ അസലായിട്ട് പാടി. ജേട്ടൻ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാടിയിട്ടുള്ളൊരു പാട്ടാണ്. ജേട്ടൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോള് ഇത്ര മനോഹരമാക്കി പാടിയതിന് കൺഗ്രാജുലേഷൻസ്. ഇത് നമുക്ക് സമർപ്പിച്ച കീരവാണി സാറിനും MD രാജേന്ദ്രൻ സാറിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. അലീന കുട്ടി, ഇനി നമുക്ക് മാർക്സ് അറിയാം. ബിജേട്ടാ ഓൺ 30. മാർക്കിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മോളെ ഷായ്ക്ക് വരാൻ ഷാ നമ്മൾ പറയും. നിമിഷങ്ങളിൽ നിന്നാണ് കേൾക്കുന്നത്. കൃത്യമായിട്ട് പറയണം. അത് യാതൊരു കോംപ്രമൈസും ഇല്ല അതിന് കേട്ടോ. ഷാ എന്ന് പറയാൻ പറയുന്നത് ഷായാണ്. ഷാ യാരാലാവ ഷാ ഷാ സാഹ എന്നാണ് അവസാനത്തെ മലയാളത്തിൻ്റെ അക്ഷരം. അത് കൃത്യമായിട്ട് പറയണം. ഷാ അല്ല ഷായാണ്. നിമിഷം പറഞ്ഞേ. നിമിഷങ്ങൾ. ഷാ അല്ല നിമിഷം കേട്ടോ. ശ്രദ്ധിക്കണം. അത് അനുപല്ലവിൽ ഒരുപാട് ഷാ വരുന്നുണ്ട് ഈ പാട്ടിൽ. അതും എല്ലാം ഷായ പറഞ്ഞത്. ശ്രദ്ധിക്കണേ കേട്ടോ. മാർക്ക് 28.75. എക്സ്പ്രഷന് 2.75. താങ്ക് യു ബിജേട്ടാ. റീം ചേച്ചി 28.75, 2.75. താങ്ക് യു ചേച്ചി. മോളെ ഞാനും 28.75 തന്നെ. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് തീർച്ചയായിട്ടും നന്നായിരുന്നു. 3.75. താങ്ക് യു അനുപേട്ട. അലീന കുട്ടി, യുവർ ടോട്ടൽ സ്കോർ ഈസ് 95.5 ഔട്ട് ഓഫ് 100. നല്ല സ്കോർ ആണല്ലേ? ഭയങ്കര ചിരിയാണല്ലോ. ഭയങ്കര സന്തോഷമായി. ഇനി അടുത്ത പെർഫോമൻസിൽ കാണാം. ഇതിലും നല്ല മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റട്ടെ. ഓൾ ദ